സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കല്ല ഇവിടുത്തെ വിവേചനം നേരിട്ടത്, മറിച്ച് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് പ്രാതിനിധ്യം കിട്ടുന്നുണ്ടാക്കുന്നത്. അപ്പൊ സമ്പത്ത് ഒരു ഘടകമല്ല. ഭരിക്കുന്ന ആളുകൾ ഏതാനും ചില സമുദായക്കാർ മാത്രമാകുമ്പോൾ സ്വാഭാവികമായും അവരുണ്ടാക്കുന്ന ടെക്സ്റ്റ് പുസ്തകങ്ങളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആയിരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് സംവരണം എന്നൊരു വിഷയം ഇവിടുത്തെ ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ ഒരു പാഠമായി വരാത്തതിന്റെ കാരണം. മേൽജാതിക്കാരായ വിഭാഗക്കാരും വലിയ രീതിയിലുള്ള സമ്പത്തുള്ള ആളുകളും സാമൂഹ്യ പിന്തുണയുള്ള ആളുകളും മാധ്യമങ്ങളുടെ പിന്തുണ ആൾക്കാരുണ്ട്. അത്രയും പിന്തുണ ഉള്ള ആളുകളൊന്നുമല്ല ഈ അവിടെയുള്ള ഈ പിന്നാക്ക ദളിത് വിഭാഗക്കാർ പലരും. അപ്പൊ അവരുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ അലയൊലികൾ അടങ്ങുന്നതിന് മുൻപേ മറ്റൊരു പ്രക്ഷോഭം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ഒരുപക്ഷെ വലിയ വിവാദകരമായിട്ടുള്ള ചർച്ചകളിലേക്ക് കൂടെ വഴിതിരിക്കുന്ന ഒരു പ്രക്ഷോഭമാണത്. റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ അഥവാ സംവരണ വിരുദ്ധ പ്രക്ഷോഭം. സംവരണം ആരുടെയൊക്കെയോ അവകാശങ്ങൾ തട്ടിപ്പറിക്കുന്നതാണ്, സാമൂഹ്യനീതിക്ക് നിരക്കാത്തതാണ് എന്നൊക്കെയാണ് ഈ സമരത്തിൻ്റെ പുറകിലുള്ള, ഈ പ്രക്ഷോഭത്തിന് പുറകിലുള്ള ആളുകൾ അവകാശപ്പെടുന്നത്. ഏതാനും ദിവസങ്ങൾക്കിടെ 58 ലക്ഷം ആളുകളാണ് ഈ പേജിന് കീഴിൽ, ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമൂഹ മാധ്യമ പേജിന് കീഴിൽ അണിനിരന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവരോട് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ലൈക്ക് ചെയ്തിട്ടുള്ളത്. എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത്? സംവരണം ആരുടെയെങ്കിലും അവകാശം തട്ടിപ്പറിക്കലാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീനാരായണ മാനവധർമ്മ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സുദേശ് എം രഘുവാണ്. സർ നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. സർ, വലിയൊരു രാജ്യവ്യാപകമായി വലിയൊരു മൂവ്മെൻറ്റിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. പക്ഷേ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വിദ്യാർത്ഥികൾ രാജ്യവ്യാപകമായി നടത്തിയ ഒരു സമരത്തിൻ്റെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ വലിയ ഒരു പ്രക്ഷോഭത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഏതാണ്ട് 58 ലക്ഷം ആളുകളാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ ഈ റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ എന്ന് പറയുന്ന പേജിന് ലൈക്ക് ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാക്കാനും അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ പലയിടങ്ങളിലും ഈ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അവരവരുടെ സ്വന്തം അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സംവരണത്തിനെതിരെ രംഗത്ത് വരുന്നത്. അപ്പോൾ ചില അനുഭവങ്ങൾ കൂടി ഈ ചർച്ചയുടെ ആമുഖം എന്ന രീതിയിൽ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ആദ്യത്തെ ഒരു അനുഭവം ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം പുറത്തു വെച്ചൊരു കുറിപ്പാണ്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംവരണം നൽകുന്ന രീതിയാണ് നടപ്പാക്കേണ്ടത്. എൻ്റെ PG പ്രവേശന പരീക്ഷാവേളയിൽ SC വിഭാഗത്തിലുള്ള ഒരു സുഹൃത്ത് കട്ട് ഓഫ് മാർക്ക് മാത്രം ലക്ഷ്യമിട്ടാണ് പഠിച്ചത്. എന്നാൽ ST വിഭാഗത്തിലുള്ള മറ്റൊരു സുഹൃത്ത് കഠിനാധ്വാനം ചെയ്ത് മികച്ച കോളേജിൽ പ്രവേശനം നേടി. SC സുഹൃത്തിൻ്റെ അത്രയും തന്നെ മാർക്ക് എനിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ കാറ്റഗറി അടിസ്ഥാനത്തിലുള്ള ഉയർന്ന കട്ട് ഓഫ് മാർക്ക് കാരണം എനിക്ക് ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ ലഭിച്ചില്ല. ഇത് ക്യാമ്പയിനെ പിന്തുണയ്ക്കുന്ന BSc വിദ്യാർത്ഥിയായ ഹർഷകുമാർ എന്ന ആൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പാണ്. ഒരു പക്ഷേ ഈ കുറിപ്പിൽ നിന്ന് തന്നെ നമുക്ക് ആ ചർച്ച തുടങ്ങാമെന്ന് തോന്നുന്നു. ഈ സംവരണം അവകാശങ്ങൾ ചുളിവിൽ തട്ടിയെടുക്കലാണോ സർ? ഇന്ത്യയിൽ സംവരണം ആരംഭിച്ച കാലം തുടങ്ങി സംവരണത്തിനെതിരായിട്ടുള്ള പ്രചാരണങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തുടങ്ങിയ സമയത്ത് അതിനെതിരെ നടന്ന പ്രക്ഷോഭം ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ആത്മാഹുതി ഉൾപ്പെടെയുള്ള പല സമരമാർഗങ്ങളും സ്വീകരിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ ഈ സമരങ്ങളെല്ലാം തന്നെ ആത്യന്തികമായി ഇന്ത്യയിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ റിസർവേഷൻ ആന്തോളൻ ഹട്ടാവോ ആന്തോളൻ, റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ എന്ന് പറഞ്ഞ ഈ ഒരു പുതിയ മൂവ്മെന്റ് രംഗത്ത് വന്നപ്പോൾ ഭീം ആർമിയുടെ നേതാവായ ചന്ദ്രശേഖർ ആസാദ് പറഞ്ഞത് സംവരണത്തിൽ തൊട്ടാൽ ഇന്ത്യയിൽ ഭൂകമ്പം ഉണ്ടാകും. അത് യാഥാർത്ഥ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിലേക്ക് പ്രവേശനം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, അതായത് റെപ്രസെന്റേഷൻ നൽകുന്നതിന് വേണ്ടി ഒരു ടൂളാണ് റിസർവേഷൻ. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഇത് വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതുകൊണ്ടാണ് സംവരണത്തിനെതിരായ ഒരു മനോഭാവം ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും തന്നെ സംവരണ വിഷയകമായി ജനങ്ങളോട് സത്യം പറയുന്ന ആളുകളല്ല. പലപ്പോഴും യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ സംവരണ വിരുദ്ധമായ നരേറ്റീവുകളാണ് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യർ വരെ, സംവരണം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വരെ സംവരണത്തെ സംബന്ധിച്ച് എന്തോ മോശം കാര്യമാണ്, ചീത്തക്കാര്യമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ എത്തിയിട്ടുമുണ്ട്.
ഇന്ത്യയിൽ വാസ്തവത്തിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ സംവരണമുണ്ട്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 1925 മുതൽ പട്ടികജാതി പട്ടികവർഗ സംവരണമുണ്ട്. ഇന്ത്യ സ്വതന്ത്രം ആകുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളിലും, മൈസൂരിലും മദ്രാസിലും കേരളത്തിലെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ തുടങ്ങിയുള്ള നാട്ടുരാജ്യങ്ങളിലെല്ലാം തന്നെ സംവരണം നടപ്പാക്കിയിട്ടുണ്ട്. ഈ സംവരണം നടപ്പാക്കണമെന്ന് ഇന്ത്യയിൽ ആവശ്യപ്പെട്ട് തന്നെ ഇന്ന് സംവരണത്തിന് എതിരെ നിൽക്കുന്ന ചില സമുദായങ്ങളാണ്. വിശേഷിച്ച് ബ്രാഹ്മണര് മൈസൂരിൽ പോലീസിൽ സംവരണം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നായന്മാര്, കേരളത്തിലെ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന കാര്യം എന്താണ്? നായന്മാർക്ക് സംവരണം നൽകണമെന്നുള്ളതാണ്. ഇവരെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ EWS എന്ന പേരിൽ മുന്നോക്ക വിഭാഗക്കാർക്ക്, സംവരണ വിരുദ്ധർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുന്നോക്ക വിഭാഗക്കാർക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പൊ വാസ്തവത്തിൽ ഇന്ത്യയിൽ നിന്ന് റിസർവേഷൻ ഇല്ലാത്ത ഒരു വിഭാഗമില്ല. എല്ലാ വിഭാഗക്കാർക്കും റിസർവേഷൻ ഉണ്ട്. ആർക്കാണ് റിസർവേഷൻ ഇല്ലാത്തത്? അപ്പൊ റിസർവേഷൻ ഹഠാവോ ആന്തോളൻ എന്ന് പറഞ്ഞാൽ ആരുടെ റിസർവേഷൻ ഇല്ലാതാക്കണമെന്നാണ് ഈ പറയുന്നത് പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റ് പിന്നാക്ക വിഭാഗക്കാരുടെയും പ്രാതിനിധ്യം ഇല്ലാതാക്കണമെന്ന വാദമാണ് ഇവർ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് മാത്രമല്ല, അത് യൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റീസ് കൂടിയാണ്, സമുദായങ്ങളുടെ ഒരു യൂണിയൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ വട്ടമേശ സമ്മേളനത്തിൽ ബ്രിട്ടീഷ് അധികാരികളോട് വളരെ വ്യക്തമായ രീതിയിൽ ആവശ്യപ്പെട്ടത്, ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ, ഭരണാധികാരം വരുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ എല്ലാ കമ്മ്യൂണിറ്റികൾക്കും അവർക്ക് അർഹമായ ഡ്യൂ ആൻഡ് അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ നൽകണമെന്ന്, മതിയായ അർഹമായ പ്രാതിനിധ്യം ഭരണാധികാരത്തിൽ നൽകണമെന്നൊരു ഡിമാൻഡ് അന്ന് മുതലേ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ജനവിഭാഗങ്ങൾക്ക്, സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥ ഏർപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 16(4) വകുപ്പ്, 15(4) വകുപ്പ്, ഈ 2 വകുപ്പുകൾ പ്രകാരമാണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാർക്ക് ഉദ്യോഗ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സംവരണം ഏർപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, സംവരണം ഇന്ത്യൻ ഭരണഘടന വരുന്നതിന് മുമ്പ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടെങ്കിലും ഭരണഘടന വന്നപ്പോൾ അത് ഭരണഘടനാപരമായ, ഭരണഘടന അനുസൃതമായ ഒരു നിയമമായി രാജ്യത്ത് വന്നു. എന്തിനാ വന്നത്? ഈ ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം, മതിയായ പ്രാതിനിധ്യം ഭരണാധികാരത്തിൽ നൽകുക എന്നുള്ളതാണ്. എന്തിനാ നമ്മൾ ബ്രിട്ടീഷുകാർ ഓടിച്ചത്? ബ്രിട്ടീഷുകാരുടെ ഭരണം മോശമായിട്ടാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല ആളുകളും ഭരിക്കുന്നതിനേക്കാൾ നന്നായിട്ടൊക്കെ അവർ ഭരിച്ചിട്ടുണ്ട്. അവരുണ്ടാക്കിയ പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴും കേടുകൂടാതെ നിൽക്കുമ്പോൾ നമ്മളുണ്ടാക്കിയ പല പാലങ്ങളും പൊളിച്ചു കളയേണ്ടി വരുന്നു, കെട്ടിടങ്ങൾ പൊളിച്ചു കളയേണ്ടി വരുന്നു. അത്രയും മികച്ച ഭരണാധികാരികളൊക്കെ ആയിരുന്നു ബ്രിട്ടീഷുകാർ. പക്ഷെ എന്താ നമ്മുടെ ഓടിക്കാൻ കാര്യം? നമ്മൾ ഭരിച്ചാൽ മതിയെന്നല്ലേ നമ്മൾ പറഞ്ഞത്? സെൽഫ് റൂൾ ഈസ് ബെറ്റർ ദാൻ ആൻ എഫിഷ്യന്റ് റൂൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ ഭരണമൊക്കെ കൊള്ളാം, പക്ഷെ ഞങ്ങൾ ഭരിച്ചാൽ മതി. ഇതേ കാര്യം തന്നെയാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരും മറ്റ് പിന്നോക്ക വിഭാഗക്കാരും പറയുന്നത്. ഭരണം മാറുമ്പോൾ ഏതാനും ചില സമുദായക്കാർക്ക്, അതിനാ ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച പദം ഒളിഗാർക്കി എന്നാണ്, ഏതാനും ചില സമുദായക്കാർ മാത്രം ഭരിക്കുന്ന ഒരു സമുദായത്തിനാണ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. അങ്ങനെ ഒളിഗാർക്കികൾ മാത്രം ഭരിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഭരണാധികാരത്തിൽ, ഭരണാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിക്യൂട്ടീവിനകത്ത്, ജുഡീഷ്യറിക്കകത്ത്, ലെജിസ്ലേച്ചറിനകത്ത്, ഈ 3 വിഭാഗങ്ങളിൽക്കും പ്രാതിനിധ്യം കിട്ടുമ്പോൾ മാത്രമേ ഇന്ത്യ ജനാധിപത്യമാവുള്ളൂ. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ചില വിഭാഗക്കാരുടെ ഒളിഗാർക്കി ഭരണമായിട്ട് നിലനിൽക്കും. ഈ ഒളിഗാർക്കി ഭരണം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗക്കാരാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ ഈ റിസർവേഷനെതിരായിട്ടുള്ള, സംവരണത്തിനെതിരായിട്ടുള്ള എല്ലാ മൂവ്മെന്റുകളുടെയും പിന്നിൽ എക്കാലം ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും അവർ തന്നെയാണ്. ഇപ്പോൾ ഈ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ CJPയുടെ നേതൃത്വത്തിൽ, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന അത് ഒരു വലിയ ഒരു ചെറുപ്പക്കാരന്റെയൊക്കെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു വലിയ ഒരു ബഹുജന പ്രക്ഷോഭം നമ്മൾ കാണുകയുണ്ടായി. ആ ബഹുജന പ്രക്ഷോഭത്തിനകത്ത് എല്ലാ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട, എല്ലാ സമുദായങ്ങളിൽപ്പെട്ട യുവാക്കന്മാർ അണിനിരുന്നതായിട്ട് നമുക്ക് കാണുകയുണ്ടായി. യുവാക്കന്മാരോട് പിന്തുണച്ചുകൊണ്ട് അണിനിരുന്നിട്ടുണ്ട്. ഈ സംഗതി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭരണാധികാരികളെ നല്ലപോലെ വിറപ്പിച്ചൊരു സമരമാണ്. എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്തൊന്നും തന്നെ ഇന്ത്യൻ ഭരണകൂടം, കേന്ദ്ര ഭരണകൂടം ഇതേപോലെ പേടിച്ചിട്ടുള്ള ഒരു ഒരു സമരം ഉണ്ടായിട്ടില്ല. അത്ര ഗംഭീരമായ ഒരു സമരമായിരുന്നു. ആ സമരത്തിനെ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, ആ സമരത്തിന്റെ കൂട്ടായ്മയെ പൊളിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട് ഈ റിസർവേഷൻ ഹഠാവോ ആന്തോളൻ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ വാസ്തവത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്ത്യയിലെ ഒളിഗാർക്കി ഭരണം എക്കാലത്തും തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷ വിഭാഗമാണ്. ആ ന്യൂനപക്ഷമല്ല ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ. ഈ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഭരണാധികാരത്തിൽ പങ്കാളിത്തം കിട്ടണം. ആ ഭരണാധികാരത്തിൽ പങ്കാളിത്തം കിട്ടാനുള്ള ഒരു ടൂൾ മാത്രമാണ് റിസർവേഷൻ. ആ റിസർവേഷൻ അവർക്ക് മതിയായ യോഗ്യതയുള്ള ആളുകളെ തന്നെ എടുക്കുന്നത്. ഈ യോഗ്യത ഇവർ പലപ്പോഴും പ്രചരിപ്പിക്കുന്ന പോലെ യോഗ്യതയില്ലാത്ത ആളുകളെ ഒന്നും എടുക്കുന്നത്, യോഗ്യതയല്ല ആളുകൾ എടുക്കുന്നത്. അപ്പൊ ഇത് നുണപ്രചാരണത്തിലൂടെ, സംവരണത്തെ കുറിച്ചുള്ള നുണപ്രചാരണത്തിലൂടെ ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഖ്യധാര മാധ്യമങ്ങളുടെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ ഇടപെടലാണ്.
അങ്ങിത് പറയുമ്പോഴാണ് മറ്റൊരു വിഷയം കൂടെ ഇതിൽ സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ സംവരണത്തെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്കിടയിൽ വലിയൊരു ഐറണി വരുന്നുണ്ട്. അതായത് ഈ സംവരണം എന്ന് പറയുന്നത് ഈ ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ വളരെ മോശമായ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിനൊക്കെ കാരണം അതിപ്പോഴും നിലനിൽക്കുന്നത് സംവരണം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടുമാണെന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. എത്ര കണ്ടാണ് അതിനെ കാണുന്നത്? സംവരണം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ജാതി വ്യവസ്ഥ ഈ നൂറ്റാണ്ടിലും നിലനിൽക്കുന്നതെന്നാണ് വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളുടെ ഇടയിൽ നടക്കുന്ന പ്രചരണം. നമ്മള് ഇവിടുത്തെ വിവാഹ കോളങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ, മാട്രിമോണിയൽ കോളങ്ങൾ. നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇഴവ മാട്രിമോണിയലി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാട്രിമോണിയലി, നായർ മാട്രിമോണിയലി തുടങ്ങിയുള്ള മാട്രിമോണിയലും ഉണ്ട്. പല വിവാഹ പരസ്യങ്ങളും കാണുന്നത്, പത്രങ്ങളിലൊക്കെ കാണുന്ന പരസ്യങ്ങളിൽ SC ST ഒഴികെ എന്നാണ് കാണുന്നത്. ഈ സംവരണം നിലനിൽക്കുന്നുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവർക്ക് ഇത് ഒഴിവാക്കിക്കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പരസ്പരം വിവാഹം കഴിക്കുന്നത് എന്താ തടസ്സം? ഒരു തടസ്സമില്ലല്ലോ. അപ്പൊ ജാതി നിലനിൽക്കുന്നത് സംവരണം നിലനിൽക്കുന്നുകൊണ്ടാണ്. അപ്പൊ ആ സംവരണം നിലനിൽക്കുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും ഇന്നത്തെ കാലത്ത് പല ചെറുപ്പക്കാരും മിശ്ര വിവാഹങ്ങളിലൊക്കെ ഏർപ്പെട്ട് ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും വ്യത്യസ്തമായി വിവാഹം കഴിക്കാനൊക്കെ സന്നദ്ധമാകുന്ന രീതിയിലേക്ക് മുന്നോട്ട് വരാൻ കാരണം സംവരണം നിലനിൽക്കുന്നുകൊണ്ടാണ്. സംവരണം നിന്നുകൊണ്ടാണ് പട്ടികജാതിക്കാർക്കും അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും കുറച്ചെങ്കിലും ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ പ്രാതിനിധ്യം കിട്ടി മുന്നോട്ട് വരാൻ കഴിഞ്ഞത്. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർന്നത്, അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ നില ഉയർന്നത്. അങ്ങനെ ഉയർന്നപ്പോൾ അവരുമായിട്ടുള്ള വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടാൻ പോലെ മറ്റുള്ള കമ്മ്യൂണിറ്റിക്കാർ തയ്യാറായതിന്റെ ഒരു കാരണം അതാണ്. ഇപ്പൊ സംവരണം കൊണ്ടാണ് എല്ലാ പിന്നാക്ക വിഭാഗക്കാർക്കും മുകളിലേക്ക് വരാനായിട്ട്, അതായത് അവരുടെ സാമൂഹിക നില സോഷ്യൽ സ്റ്റാറ്റസ് മുകളിൽ എത്തിക്കാനായിട്ട് കഴിയുന്ന ഒരേ ഒരു ഘടകം സംവരണമാണ്. കാരണം അധികാരത്തിൽ പങ്കാളിത്തം കൊണ്ട് മാത്രമേ, സമ്പത്ത് കൊണ്ട് മാത്രം പറ്റൂല, അധികാരത്തിൽ പങ്കാളിത്തം കൊണ്ട് മാത്രമേ ഒരു വിഭാഗം മുന്നോക്ക ജനവിഭാഗമായിട്ട് മാറുള്ളൂ. ഇവിടുത്തെ മുന്നോക്ക ജനവിഭാഗങ്ങൾ മുന്നോക്കമായി നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? അവർ അധികാരത്തിൽ പങ്കാളിത്തം കൊണ്ടാണ്. അല്ലെങ്കിൽ അവരൊരു മുന്നോക്കമൊന്നുമില്ല. അധികാരത്തിൽ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ അധികാരത്തിൽ പങ്കാളിത്തം ഇല്ലാത്തതുകൊണ്ടാണ് അവർ പിന്നാക്കം നിൽക്കുന്നത്. ഇവർ ഈ പറയുന്ന വാദം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്ക് അധികാരത്തിൽ ഒരിക്കലും പങ്കാളിത്തം കൊടുക്കരുത്, ഇവരെപ്പോഴും കീഴ്ത്തട്ടിൽ കിടക്കണം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ സംവരണം ഉള്ളത് കൊണ്ടല്ല, സംവരണം ഉള്ളത് കൊണ്ടാണ് ഈ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഇവരുടെ വാദം പൊടിയാണ്. മറിച്ച് ജാതി വ്യവസ്ഥ ദുർബലമാവുകയാണ് ചെയ്യുന്നത്. സംവരണം വരുന്നതോടുകൂടി ജാതി വ്യവസ്ഥ ദുർബലമാവുകയും പഴയ ജാതി, പണ്ടത്തെ നമുക്ക് ജാതി വ്യവസ്ഥയെ കുറിച്ച് പഠിച്ച ആൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ടത്തെ ജാതിയുടെ ഒരു രൂക്ഷത ഇന്നില്ലാത്തതിന്റെ കാരണം എന്താണ്? ഇന്നില്ലാത്തതിന്റെ കാരണം സംവരണമാണ്. സംവരണം ഉള്ളത് കൊണ്ടാണ് ഈ പിന്നാക്കക്കാരും അതുപോലെ തന്നെ പട്ടികജാതിക്കാരും മറ്റു ജനവിഭാഗങ്ങളും മുകളിലേക്ക് ഉയർന്നു വന്നത്. അവർക്ക് ഉദ്യോഗങ്ങൾ കിട്ടിയത്, അവർ വിദ്യാഭ്യാസ രംഗത്ത് പ്രവേശിച്ച്, ഉദ്യോഗങ്ങളിൽ പ്രവേശിച്ച്, അധികാരത്തിൽ പ്രവേശിച്ച്, രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച്, സാമ്പത്തികമായും സാമൂഹികമായിട്ടും മുകളിലെത്തിയത് സംവരണം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പണ്ടത്തെ ജാതി വ്യവസ്ഥ ഇന്ന് ദുർബലമായത്. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ നിന്നും ഈ പറഞ്ഞ ആളുകൾ ഇവരുടെ എല്ലാം അടിയാളന്മാരായിട്ട് കീഴാളന്മാരായിട്ട് കഴിയേണ്ടി വരും. അത് കഴിയണമെന്ന ആഗ്രഹമുള്ളവരാണ് ഈ പറയുന്നത്. നമുക്ക് അങ്ങനെ ആഗ്രഹമില്ല. അതുകൊണ്ട് നമ്മൾക്ക് സംവരണം നിലനിർത്തുന്നതാണ്. സംവരണം നിലനിർത്തിയാൽ മാത്രമേ ജാതി വ്യവസ്ഥ പോലും ഇവിടെ ഇല്ലാതാവുകയുള്ളൂ. ജാതി വ്യവസ്ഥ പൂർണ്ണമായിട്ട് ഇല്ലാതാവണമെങ്കിൽ സംവരണത്തിലൂടെ ഈ ജനവിഭാഗങ്ങൾ മുഴുവൻ അധികാരത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാവരും തുല്യ അവസ്ഥയിലാകുമ്പോൾ ജാതിയൊക്കെ ഇല്ലാതാകും. ആ തുല്യ അവസ്ഥയിലാകണമെങ്കിൽ അധികാരത്തിൽ പങ്കാളിത്തം കിട്ടണം. മറ്റൊരു നുണപ്രചാരണമാണ്. അതൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സംവരണത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും. ഇന്ന് ഓൺലൈനിൽ ചർച്ചയാവുന്ന ഒരു കണക്കുണ്ട്. അതായത് SC 15%, ST 7.5%, OBC 27%, EWS 10%, അങ്ങനെ ആകെ 59.5% സംവരണവും 59% സംവരണത്തിലേക്ക് പോവുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നൊക്കെയാണ് ചർച്ചകൾ വരുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ പലരും ആവശ്യപ്പെടുന്നത് ഈ സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിലേക്ക് നീങ്ങണം, സാമ്പത്തിക അടിസ്ഥാനത്തിലേക്ക് സംവരണം കൊണ്ടുവന്നാലേ സാമൂഹ്യ നീതിക്ക് നിരക്കുന്ന ഒരു സംവിധാനമായി അത് മാറൂ, എല്ലാവർക്കും പ്രാതിനിധ്യം വേണമെന്നാണ്. ഇതൊരു പക്ഷേ സാമ്പത്തിക സംവരണം എന്ന പുതിയ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരികയും ഈ സംവരണത്തിൻ്റെ അതിൻ്റെ ഒരു ദാർശനികതയെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടതില്ലേ? അത് സമ്പത്ത് ആയിരിക്കണം സംവരണത്തിന്റെ മാനദണ്ഡം എന്നുള്ളത് സംവരണ വിരുദ്ധർ എക്കാലത്തും പറയുന്ന ഒരു വാദമാണ്. ഇത് ഭരണഘടന കോൺസ്റ്റാമ്പിളിയിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലും ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ചർച്ച ചെയ്തതിനെ തള്ളിക്കളഞ്ഞു, എല്ലാ ആളുകളും തള്ളിക്കളഞ്ഞു. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾ വിവേചനം നേരിട്ടതും പിന്നാക്കം പോയതും സമ്പത്ത് കൊണ്ടല്ല. പിന്നാക്കം പോയ ആളുകൾ മുഴുവനും സാമൂഹികമായും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നാക്കം പോയത് അവരുടെ ജാതി സാമൂഹിക നില കൊണ്ടാണ്. ആ നിലകൊണ്ട് പിന്നാക്കം പോയ ആളുകളെ ആ നില കൊണ്ട് മാത്രമേ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭരണഘടനയിൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് എന്ന പ്രയോഗം വരുന്നത്, SCBC. എന്തുകൊണ്ടാണ് സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി എന്ന് പറയാണ്ടിരുന്നത്? അത് കൃത്യമായിട്ട് ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് അറിയാമായിരുന്നു. കാരണം സമ്പത്ത് കൊണ്ടല്ല ഈ ജനവിഭാഗങ്ങൾ പിന്നാക്കം പോയതെന്ന് കൃത്യമായിട്ട് അറിയാവർക്ക്.
അത് അവർ ഇന്ത്യയിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകളായിരുന്നു ഈ ഭരണഘടന ഉണ്ടാക്കിയ ആളുകൾ. ആ കോൺസാമ്പിളിൽ ചർച്ച ചെയ്ത ആളുകൾക്കും ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ടായത് കൊണ്ടാണ് ആ സംഗതിയെ തുടക്കത്തിലെ തന്നെ തള്ളിക്കളഞ്ഞത്. അത് ഒരിക്കൽ പോലും ഇന്ത്യൻ ഭരണഘടനയോ സുപ്രീം കോടതിയോ അംഗീകരിച്ചിട്ടില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കല്ല ഇവിടുത്തെ വിവേചനം നേരിട്ടത്, മറിച്ച് സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക്, വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് പ്രാതിനിധ്യം കിട്ടുന്നതിനുണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ സമ്പത്ത് ഒരു ഘടകമേ അല്ല. മാത്രമല്ല, സമ്പത്ത് എന്ന് പറയുന്ന സാധനം ഒരു സ്ഥായിയായ ഒരു സംഗതിയല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ സമ്പന്നൻ ദരിദ്രനാകാനും ഇന്നത്തെ ദരിദ്രൻ സമ്പന്നനാകാനും ഒക്കെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എത്രയോ ദരിദ്രന്മാർ സമ്പന്നരാകും. അതുകൊണ്ടാണ് ഒരു വലിയ സമ്പന്നനായ അയാൾ ഒരു ബിസിനസ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അയാൾ വളരെ ദരിദ്രനാകും. ഇതൊക്കെ നടക്കും. അപ്പൊ സ്ഥായിയായ ഒരു ഘടകത്തെ ആസ്പദമാക്കി മാത്രമേ നമുക്ക് റിസർവേഷൻ പോലെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ജാതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമുദായം എന്ന് പറയുന്നത് ഒരു സ്ഥായിയായ ഘടകമാണ്. അതാണ് ഒരു സമുദായത്തിൽ ജനിച്ച ആള് മരിക്കുന്നവരെ ആ സമുദായത്തിൽ നിന്ന് ജീവിക്കുന്നത്. അയാൾ സമുദായം, ഞാൻ സമുദായത്തിൽപ്പെട്ട അല്ല ജാതിയിൽപ്പെട്ട ആളല്ല എന്ന് സ്വയം പറഞ്ഞാൽ പോലും സമൂഹം അങ്ങനെ കണക്കാക്കൂല, വേറെ ആരും ഇത് കണക്കാക്കൂല, അയാൾ ആ ജാതിക്കാരനായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ സമ്പന്നനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്ന് വിവാഹം ആലോചിക്കാനായിട്ട് ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ഒരു നായർ പോലും ആലോചിക്കാത്തതിന്റെ കാര്യം എന്താണ്? സാമൂഹികമായിട്ട് അവർ രണ്ട് തലയിലാണ്. എത്ര സമ്പന്ന, ഇയാൾ വെള്ളാപ്പള്ളി നടേശൻ സമ്പന്നനായിട്ട് കോടീശ്വരനായതുകൊണ്ട് അയാളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ഒരു നായർക്ക്, ഒരു ഏറ്റവും ദരിദ്രനായ നായർക്ക് പോലും ആലോചിക്കാൻ കഴിയൂല. അതിന്റെ കാര്യം എന്താണ്? സമ്പത്തല്ല ഘടകം, സാമൂഹിക നില തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത് സമ്പത്ത് സ്ഥായിയായ ഒരു ഘടകമല്ലാത്തതുകൊണ്ട് അതിനെ ആസ്പദമാക്കി റിസർവേഷൻ നൽകാൻ പറ്റില്ല. വില്ലേജ് ഓഫീസുകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ തന്നെ എത്രയോ കാര്യങ്ങൾ അറിയാം ഇൻകം സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചുള്ള മാനിപ്പുലേഷൻ വരുന്നു. ആ മാനിപ്പുലേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് ഈ പറഞ്ഞ ആളുകൾക്ക് വീണ്ടും സർവീസിനകത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും കൂടുതൽ ഇപ്പൊ തന്നെ അമിതമായ പ്രാതിനിധ്യമുള്ള ആളുകൾക്ക് വീണ്ടും കിട്ടാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു വേറെ പ്രചാരണമാണിത്. സമ്പത്ത് ഒരു ഘടകമേ അല്ല. റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ്റെ ഒരു വെബ്സൈറ്റ് അവർ തുറന്നിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചാണെങ്കിൽ ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, അതേപോലെ ഈ 3 സംസ്ഥാനങ്ങൾ, ഗുജറാത്തുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്, അതേപോലെ മഹാരാഷ്ട്രയുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളാണ് ഇവരുടെ അംഗത്വം എടുത്ത ആളുകൾ ഏറ്റവും മുന്നിലുള്ളത്. നമുക്ക് കിട്ടുന്ന കണക്കനുസരിച്ച്, ആ വെബ്സൈറ്റിലുള്ള കണക്കനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ഏകദേശം 20-ൽ താഴെ ആളുകൾ മാത്രമാണ് ഈ സംഘടനയിലെ അംഗത്വം എടുത്തിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ 3 സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ, അതായത് ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഈ 3 സംസ്ഥാനങ്ങളുടെ ഒരു പൊതു സ്വഭാവം ഈ ഇത്തരം മൂവ്മെന്റുകളുടെ ഒരു പശ്ചാത്തലത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ കണക്കാക്കേണ്ടതുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഈ സംസ്ഥാനം? അതെ, തീർച്ചയായിട്ടും അതെ. ഗുജറാത്ത് വലിയൊരു സംവരണ വിരുദ്ധ പ്രക്ഷോഭം നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ഈ വിശേഷിച്ച് ഈ ഹിന്ദുത്വ സംഘപരിവാർ ഭരണകൂടം വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ വലിയ ഒരു പിന്തുണ അവരുടെ മാധ്യമങ്ങളിലൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ ഭരണകൂട സംവിധാനം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത്തരം ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യയിൽ വളരെ നേരത്തെ തന്നെ അങ്ങനെയുണ്ട്. പല സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യ അപേക്ഷിച്ച് പൊതുവെ ഒരു സംവരണ വിരുദ്ധ നിലപാട് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. എന്നാൽ ബീഹാർ, UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കടുത്ത സംവരണ അനുകൂല നിലപാടുള്ള ഭരണാധികാരികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എങ്കിൽ പോലും ഇത്തരം നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷം വളരെ നേരത്തെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവിടെയുള്ള പിന്നാക്ക സമുദായക്കാരും അതുപോലെ തന്നെ പട്ടികജാതി ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും എല്ലാം തന്നെ ഇപ്പോഴും നമ്മൾ കേരളം പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പിന്നാക്കാവസ്ഥയുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടും ജോലിയുടെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെയധികം പിന്നാക്കാവസ്ഥയുണ്ട്. അപ്പൊ അത്രയും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ഈ ആളുകള് ഇവർക്കെതിരെ വലിയ രീതിയിൽ സംഘടിച്ച് സമരം ചെയ്യുമെന്നോ ഇതിനെ പ്രചാരണത്തിന് നേരിടുമെന്നോ ഒക്കെ അവർക്ക് പേടിക്കേണ്ടതില്ല. കാരണം ഇവർ അത്ര വലിയ ശക്തരായ ആൾക്കാരാണ്. ഈ പറഞ്ഞ സംവരണ വിരുദ്ധ മൂവ്മെന്റുകളുടെ നേതാക്കന്മാരായിട്ട് ആൾക്കാരെല്ലാം തന്നെ മേൽജാതിക്കാരായ വിഭാഗക്കാരും വലിയ രീതിയിലുള്ള സമ്പത്തുള്ള ആളുകളും സാമൂഹ്യ പിന്തുണയുള്ള ആളുകളും മാധ്യമങ്ങളുടെ പിന്തുണയുള്ള ആൾക്കാരാണ്. അത്രയും പിന്തുണ ഉള്ള ആളുകളൊന്നുമല്ല അവിടെയുള്ള ഈ പിന്നാക്ക ദളിത് വിഭാഗക്കാർ പലരും. അപ്പൊ അവരുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല. ഈ പറഞ്ഞ ആളുകളുടെ ശബ്ദമാണ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമോ അതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ ഈ പറഞ്ഞ അപ്പർ കാസ്റ്റ് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഒരു ഇടപെടൽ മറ്റ് വിഭാഗക്കാരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതും ഇവരാണ് ഇന്ത്യയുടെ ശബ്ദം, ഈ ശബ്ദമാണ് കേൾക്കുന്നത്. നേരത്തെ നിങ്ങൾ പറഞ്ഞു 58 ലക്ഷം പേരുടെ ലൈക്ക് ഒക്കെ ഉണ്ടെന്നും. അപ്പൊ ഇവരാണ് ഇന്ത്യക്കാർ. അങ്ങനെയല്ല. ഇവിടുത്തെ ജനങ്ങൾ, അതാണ് ഭീമാർബിയുടെ നേതാവ് പറഞ്ഞു, ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെയല്ല. ഇവിടുത്തെ ജനങ്ങൾ ഇത് താഴോട്ടിറങ്ങുമ്പോൾ, ഈ ഒരു പ്രക്ഷോഭം ജനമധ്യത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പ് നേരിടേണ്ടി വരും. കാരണം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മനുഷ്യാവകാശത്തിന് തൊടുന്ന കാര്യമാണിത്. അത് അവര് അതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ അവർ പ്രതികരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ ചരിത്രം അതാണ് സൂചിപ്പിക്കുന്നത്. ഇവർ എത്രത്തോളം വലിയ രീതിയിൽ ഇത് നുണപ്രചരണം നടത്തിയാലൊന്നും അതൊന്നും വിജയിക്കാൻ പോണില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ.
ത്തിൻ്റെ ഇപ്പോൾ നിലവിലുള്ളൊരു പ്രശ്നം ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെയൊക്കെ പുറകിൽ മറ്റൊരു സാമൂഹിക യാഥാർത്ഥ്യം കൂടെ ഉണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? അതായത് ഒരു വശത്ത് ചോദ്യപേപ്പർ ചോർച്ച നടക്കുന്നു, പരീക്ഷകളുടെ വിശ്വാസ്യത ഇല്ലാതാകുന്നു, നിയമനങ്ങളിൽ കാലതാമസം ഉണ്ടാകുന്നു, സർക്കാർ ജോലിയുടെ നോട്ടിഫിക്കേഷനുകൾ ഇറങ്ങുന്നത് വൈകുന്നു. ഇപ്പോൾ റെയിൽവേയിൽ മാത്രം ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഉണ്ടായപ്പോഴും ഇപ്പോഴും വിജ്ഞാപനങ്ങളൊന്നുമില്ല, ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നില്ല, പരീക്ഷകൾ നടത്തുന്നില്ല. ഇങ്ങനെ മിക്ക സർക്കാർ വകുപ്പുകൾ എടുത്തു നോക്കിയാലും ഏകദേശം സമാനമാണ് സാഹചര്യം. അപ്പോൾ ഇത്തരത്തിലൊരു അസംതൃപ്തിയാണോ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾക്കൊക്കെ ഒരു വളമാകുന്നത്? അങ്ങനെ കരുതുന്നുണ്ടോ? അതായത് അസംതൃപ്തി യുവാക്കളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള അസംതൃപ്തി ഉണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അത് നമ്മുടെ ഈ നേരത്തെ സമരത്തിന്റെ ഈ CJP-യുടെ സമരത്തിന്റെ പിന്നിലും അസംതൃപ്തി ഉണ്ട്. വെറും ഒരു നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല, വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരക്കുറവ് തുടങ്ങിയുള്ള നിരവധിയായ ഘടകങ്ങൾ ഈ യുവാക്കന്മാരെയും വിദ്യാർത്ഥികളൊക്കെ നേരിടുന്നുണ്ട്. ആ അസംതൃപ്തിയെ മുതലെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സർക്കാർ സർവീസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു തൊഴിൽ മേഖലയാണെങ്കിലും അത് വളരെ ചെറിയ ഒരു ജനവിഭാഗത്തിന്, വളരെ കുറഞ്ഞൊരു ശതമാനം ജനവിഭാഗത്തിന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. ബാക്കി ബഹുഭൂരിപക്ഷം ആളുകൾക്ക് മറ്റു തൊഴിലുകൾ തേടേണ്ടി വരും. 90% മേലാണ്, 95% ആളുകളും വേറെ ജോലികളാണ് കിട്ടേണ്ടത്. വെറും 4-5% മാത്രമേ സർക്കാർ സർവീസ് കിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. ഇത്രയും ആളുകൾക്ക് 5% ആളുകൾക്ക് മാത്രം തൊഴിൽ കിട്ടി കഴിഞ്ഞുള്ള തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടും. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് മറ്റു സംവിധാനങ്ങൾ സർക്കാർ ഉണ്ടാക്കുന്നില്ല എന്നാണ് വിഷയം. അതായത് ഇവിടെ സംരംഭകത്വം വളർത്തുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലായാലും സർക്കാർ പൊതുമേഖലയിലായാലും വലിയ രീതിയിലുള്ള വ്യവസായങ്ങളും മറ്റു തരത്തിലുള്ള സംരംഭങ്ങളും ആരംഭിക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ പിന്നാക്കാവസ്ഥയാണ് കാണുന്നത്, അല്ലെങ്കിൽ പിന്നോട്ടടിയാണ് കാണുന്നത്. അവരക്കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് തൊഴിൽ നൽകി അവരുടെ സാമൂഹിക സാമ്പത്തിക നില ഉയർത്തണമെന്ന് ഇവിടെ മാറി മാറി വരുന്ന ഭരണാധികാരിക്കൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് ഈ ജനത, ഈ യുവാക്കന്മാരൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാണ്, സർക്കാർ സർവീസ് എന്ന് പറയുന്ന ഒരു മാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തൊഴിലില്ലായ്മയെ പരിഹരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി മറികടക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. സർക്കാർ സർവീസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രം ജോലി കിട്ടുന്ന ഒരു വിഭാഗമാണ്. പക്ഷെ ഇവിടുത്തെ ഒരു അപ്പർ കാസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മേൽജാതിക്കാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് അവർ സർക്കാർ സർവീസ് അവർക്ക് മാത്രമുള്ള ഒരു അവകാശമായിരിക്കണം, കുത്തകയായിരിക്കണം, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന അവർക്ക് മാത്രമുള്ള ഒരു അവകാശമായിരിക്കണം, കുത്തകയായിരിക്കണം എന്ന് അവർ ജന്മനാ തന്നെ കരുതുന്നുണ്ട്. അവരുടെ വീട്ടിലെ അന്തരീക്ഷവും അവരുടെ സാമൂഹിക അന്തരീക്ഷവും കൊണ്ട് അവരങ്ങനെ സ്വയം കരുതുന്നുണ്ട്. അങ്ങനെ കരുതുന്നുകൊണ്ട് അതിനകത്തേക്ക് വേറെ ആളുകൾ ആരും തന്നെ പ്രവേശിക്കരുത് എന്ന് ഇവർ ആത്മാർത്ഥമായിട്ട് കരുതുന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമാണത്. യഥാർത്ഥത്തിൽ ഇവര് ജനാധിപത്യത്തിലും അതുപോലെ മാനുഷികതയിലും മനുഷ്യാവകാശത്തിലും ഒന്നും വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ മറ്റു ജനവിഭാഗങ്ങൾ, ഇവരുടെ ഒപ്പം തന്നെയുള്ള മറ്റു ജനവിഭാഗങ്ങളെയും അവർക്കും കൂടി അവകാശം നൽകുമ്പോൾ മാത്രം ഇതൊരു ജനാധിപത്യം, ശരിയായ രീതിയിലുള്ള ജനാധിപത്യമാകുമെന്ന് അവർ തിരിച്ചറിയും. അവരത് പഠിപ്പിക്കേണ്ട ബാധ്യതയുള്ള ആളുകളാരാണ്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും അവരൊന്നും ചെയ്യുന്നില്ല. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളും ഇതേ തരത്തിലുള്ള സംവരണത്തെ സംബന്ധിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവരുടെ ജാതി താല്പര്യങ്ങൾക്ക് അനുഗുണമായ താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളാണ്. ത്തെക്കുറിച്ച് പറയുമ്പോഴേ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേറ്റഡ് ഫ്രട്ടേണിറ്റിയിൽ പോലും പല തെറ്റിദ്ധാരണകളുണ്ട്. പല ആളുകളും തമാശയ്ക്കെങ്കിലും പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സംവരണം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പല അപ്പർ കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും ഒക്കെ പല ആളുകളും ഇത്തരത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവന് ജോലി കിട്ടിയത് സംവരണമുള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ പരാമർശങ്ങൾ നമ്മൾ പൊതുവെ കേൾക്കാറുള്ളതാണ്. കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് ഇത്തരം പരാമർശങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ നമ്മുടെ ചരിത്ര പഠനത്തിൽ വലിയ രീതിയിലുള്ള ചില പിശകുകൾ കാലക്രമേണ കടന്നുകൂടിയിട്ടുണ്ടോ? ഈ സംവരണത്തിൻ്റെ ഒരു സാഹചര്യം ഏത് തരത്തിലാണ് ഉളവെടുത്തത്? ഏത് തരത്തിലാണ് നമ്മൾ സംവരണം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്? ഇത്തരമുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ചരിത്രത്തെ നമ്മൾ വേർപെടുത്തുകയും മറ്റൊരു രീതിയിൽ ചരിത്രത്തെ അപകീർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലം കൂടിയല്ലേ ഇപ്പോൾ നമ്മൾ ഈ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം? മറ്റൊരു ചോദ്യം എനിക്കുള്ളത്, ഇതേപോലെ തന്നെ നമ്മുടെ കാസ്റ്റ് സ്റ്റഡീസ്, സോഷ്യൽ ജസ്റ്റിസ് വിഭാഗം എന്നീ വിഭാഗങ്ങൾ ഒരുപക്ഷെ നമ്മുടെ അക്കാദമിക് സംവിധാനത്തിൻ്റെ ഭാഗമാക്കാൻ ഇനിയെങ്കിലും നമ്മൾ തയ്യാറാവേണ്ടതില്ലേ? കുറച്ചുകൂടി സുതാര്യമായ രീതിയിൽ, ഇപ്പോൾ ഇല്ല എന്നല്ല, കുറച്ചുകൂടി സുതാര്യമായ രീതിയിൽ കൊണ്ടുവരേണ്ടതില്ലേ? തീർച്ചയായും. ഞാനത് ആദ്യമേ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ആ കാര്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിൽ, ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ ഈ സംവരണം പഠിപ്പിക്കേണ്ടതാണ്. എല്ലാ ടെക്സ്റ്റ് പുസ്തകങ്ങളിലൂടെ സ്കൂൾ തലത്തിൽ തന്നെ സംവരണം എന്താണ്, എന്തിനാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ പഠിപ്പിക്കേണ്ടതാണ്. അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കാത്തതിന്റെ കുറവാണ് ഇവിടെ ഉള്ളത്.
അങ്ങനെ പഠിപ്പിക്കാത്തതിന്റെ താല്പര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഈ ഭരണകൂട സംവിധാനം ഒരു ഒളിഗാർക്കി എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ പാർട്ടികൾ മാറി ഭരിക്കുന്നുണ്ടാവും. കോൺഗ്രസ് ഭരിക്കുന്നുണ്ടാവും, BJP ഭരിക്കുന്നുണ്ടാവും, മറ്റാരെങ്കിലും ഒക്കെ ഭരിക്കുന്നുണ്ടാവും. ഈ പാർട്ടികൾ മാറി ഭരിച്ചാലും ഭരിക്കുന്ന ആളുകൾ ഏതാനും ചില സമുദായക്കാർ മാത്രമാകുമ്പോൾ സ്വാഭാവികമായും അവരുണ്ടാക്കുന്ന ടെക്സ്റ്റ് പുസ്തകങ്ങളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് സംവരണം എന്നൊരു വിഷയം ഇവിടുത്തെ ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ ഈ ഒരു പാഠമായി വരാത്തതിന്റെ കാരണം. എന്തിനീ അവരെ പറയുന്നു? നിങ്ങൾ കേരളത്തിലെ DC ബുക്സ്, മാതൃഭൂമി പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രസാധകരുടെ ഓൺലൈൻ ബുക്ക് സ്റ്റോറിൽ പോയി നോക്കുക, അവരുടെ അല്ലെങ്കിൽ അവരുടെ ഓഫ്ലൈൻ ബുക്ക് സ്റ്റോറിൽ പോയി നോക്കുക. നിങ്ങൾ സംവരണ വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല പുസ്തകം കിട്ടും? ഒരു പുസ്തകം കിട്ടൂല. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പുസ്തകം ഈ പ്രസാധകർ ഇറക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഇതേമാതിരിയാണ്. അപ്പൊ സ്വകാര്യ മേഖലയിലായി കഴിഞ്ഞാലും സർക്കാർ മേഖലയിലായി കഴിഞ്ഞാലും സംവരണത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം നിലവിലില്ലാത്തത് തന്നെയാണ് അടിസ്ഥാനപരമായ കാരണം. അതുകൊണ്ടാണ് ഇത്തരം വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. അപ്പൊ മാർക്ക് കുറഞ്ഞ ആളുകൾക്ക് കൂടുതൽ നിയമനം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വേറൊരു തമാശ കൂടി ഞാൻ പറയാം. EWS റിസർവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിനകത്തായാലും ഇന്ത്യക്കകത്തായി കഴിഞ്ഞാലും എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മെഡിക്കൽ പ്രവേശനം തുടങ്ങിയുള്ള വലിയ പ്രൊഫഷണൽ കോഴ്സുകളിൽ വരെ SC ST വിഭാഗക്കാരേക്കാൾ കുറഞ്ഞ മാർക്കുള്ള കട്ട് ഓഫിൽ അതിനേക്കാൾ കുറഞ്ഞ മാർക്കുള്ള EWSകാർക്ക് നിയമനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. എന്താ ഇവർ അതിനെ കുറിച്ച് പറയാത്തത്? ഇത്രയും നാൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ മാർക്കിന്റെ പട്ടിക, എന്നേക്കാൾ കുറഞ്ഞ മാർക്കുള്ള പട്ടികക്കാരൻ പോയി, എന്നേക്കാൾ കുറഞ്ഞ മാർക്കുള്ള OBCക്കാരൻ പോയി, അവന് നിയമനം കിട്ടി, അവന് അഡ്മിഷൻ കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇതേ അവസ്ഥയിൽ ഇപ്പൊ EWS വന്നിപ്പോ അപ്പൊ എന്തവർക്ക് പരിഭവമില്ലേ? EWS വന്നിപ്പോ ഇതല്ലേ സംഭവിക്കുന്നത്? റിസർവേഷനകത്ത് ഞാൻ പറഞ്ഞുള്ള റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ രീതിയിൽ മാർക്ക് കുറഞ്ഞവര് കട്ട് ഓഫ് മാർക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മിനിമം യോഗ്യതയാണ്. മിനിമം അല്ലെങ്കിൽ മാക്സിമം യോഗ്യതയല്ല, മിനിമം യോഗ്യതയുള്ള ആൾ. ഇപ്പോൾ LD ക്ലർക്കായിട്ട് ഒരാൾ വരുന്നു, അല്ലെങ്കിൽ ഒരു MBBS ഒരാൾക്ക് അഡ്മിഷൻ കിട്ടുന്നു. MBBS എന്താണ്? +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ മിനിമം യോഗ്യത. ആ +2 പാസ്സായ ആൾ MBBS അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ MBBS പഠിച്ച് പാസ്സാകാതെ ഡോക്ടറാകാൻ പറ്റൂല. പകുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ, അയാൾ SC കാരനാണെന്ന് പകുതി പഠിച്ചാൽ മതി എന്ന് തീരുമാനിക്കും. അങ്ങനെയല്ല, മുഴുവൻ പഠിക്കണം. OBC കാരനായാലും മുഴുവൻ പഠിക്കണം. മുഴുവൻ പഠിച്ച് പാസ്സായാലേ ഡോക്ടർ ആകുള്ളൂ. ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് MBBS ഈ SC കാരൻ, മാർക്ക് കുറഞ്ഞ SC കാരൻ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അയാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ ഡോക്ടർ ആയി കഴിഞ്ഞാൽ രോഗികളെല്ലാം മരിച്ചു പോകും, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രോഗികളൊക്കെ മരിച്ചു പോകും എന്നൊക്കെ പ്രചരിപ്പിക്കേണ്ട കാര്യം ഉദ്ദേശിക്കുന്നത് മാത്രമല്ലേ? അങ്ങനെ സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ ആളുകൾ പഠിച്ച് പാസ്സായാൽ മാത്രമേ അവർക്ക് ഡിഗ്രി കിട്ടുള്ളൂ. ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞു വന്നത് മിനിമം യോഗ്യത മതി, മാക്സിമം യോഗ്യത ഉണ്ട്. എന്താ അങ്ങനെ വെക്കാൻ കാര്യം? ഈ ആളുകളും കൂടി അതിന്റെ പ്രതിനിധികളായി വന്നാൽ മാത്രമേ ഇവിടെ സാമൂഹിക നീതി അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് എന്നൊരു സംഭവം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സോഷ്യൽ ജസ്റ്റിസ് പഠിപ്പിക്കേണ്ട പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കാത്തതുകൊണ്ട്, സർക്കാർ സംവിധാനത്തിൽ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉള്ളത് നിൽക്കുന്നത്. അപ്പൊ ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ബാധ്യതയുള്ള ആളുകൾ നിന്ന് അവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് റിസർവേഷനെ കുറിച്ച്, റിസർവേഷൻ വാങ്ങുന്ന ഉദാഹരണം പറഞ്ഞാൽ OBC വിഭാഗത്തിൽ ഒരു വലിയൊരു വിഭാഗം, കേരളത്തിൽ തന്നെ ഒരു വലിയൊരു വിഭാഗം റിസർവേഷനെതിരാണ്. വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യം ഇതാണ്. റിസർവേഷനെതിരാണ്. എന്താ അവർ പറയുന്നത് അറിയാമോ? അവർ പറയുന്നത് പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗക്കാർക്ക് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നിയമനം കിട്ടുന്നില്ല എന്നാണ്, ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നൊക്കെയാണ് അവരും ഈ സവർണ വിഭാഗക്കാരെ പോലെ OBCക്കാരും ഒക്കെ പലരും പറയാറുണ്ട്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിസർവേഷൻ എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ സംവരണവും OBC റിസർവേഷനും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. പട്ടികജാതി പട്ടികവർഗ സംവരണം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലായാലും കേരളത്തിലായി കഴിഞ്ഞാലും ഏതാണ്ട് അവരുടെ ജനസംഖ്യക്ക് ആനുപാതികമാണ്. അവരുടെ ജനസംഖ്യ കുറച്ചും കൂടി വർദ്ധിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് റിസർവേഷൻ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് ആനുപാതികമാണ്. പക്ഷേ പിന്നാക്കക്കാരുടെ, OBCക്കാരുടെ റിസർവേഷൻ കേന്ദ്രത്തിൽ നേരത്തെ ആദ്യം നിങ്ങൾ സൂചിപ്പിച്ചു 27%. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം 27% വരുന്നത്. 93 ശേഷമാണ്. അതിനു മുമ്പ് റിസർവേഷൻ ഇല്ല ഈ OBCക്കാർക്ക്. 2017 വിദ്യാഭ്യാസ രംഗത്തവർക്ക് വരുന്നത്. അതിനു മുമ്പ് അവർക്ക് ഇല്ല, മുഴുവൻ ഇവർക്ക് മാത്രമേ വരുന്നു. അപ്പൊ ഈ വെറും 27% റിസർവേഷൻ, അവരുടെ ജനസംഖ്യയോ 52% മേലുണ്ടെന്നാണ് മണ്ഡൽ കമ്മീഷൻ പറയുന്നത്. അപ്പൊ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയേ ഉള്ളൂ. കേരളത്തിൽ മൊത്തം OBCക്കാർക്ക് 40% റിസർവേഷൻ ഉണ്ട്. അവരുടെ ജനസംഖ്യ ഉണ്ടാവും. അപ്പൊ ഇത്രയും ജനവിഭാഗങ്ങൾക്ക് ഇപ്പൊ ഈഴവരുടെ ജനസംഖ്യയൊക്കെ നോക്കി കഴിഞ്ഞാൽ അവരുടെ ജനസംഖ്യക്ക് ഏതാണ്ട് പകുതിയായിട്ടുള്ള റിസർവേഷൻ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ പകുതി റിസർവേഷൻ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റിസർവേഷൻ അതിന്റെ അനുഭവം, റിസർവേഷൻ തങ്ങൾക്ക് കൂടി ഉണ്ട് എന്നുള്ള അനുഭവത്തിന്റെ അവസ്ഥ വളരെ കുറവായിരിക്കുള്ളൂ. സ്വാഭാവികമായിട്ട് അവർ വേണമെങ്കിൽ കരുതും റിസർവേഷൻ മുഴുവൻ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കാണെന്ന് അവർ പലരും കരുതുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ അവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഡോക്ടർ അംബേദ്കർ പറഞ്ഞ ഒരു വസ്തുത, ഡ്യൂ ആൻഡ് അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ്. എല്ലാവർക്കും അർഹമായ പ്രാതിനിധ്യം കൊടുക്കണം, മതിയായ പ്രാതിനിധ്യം കൊടുക്കണം. അർഹമായ പ്രാതിനിധ്യം എന്താണ്? അവരുടെ ജനസംഖ്യ എടുത്തിട്ടാണ് അർഹമായ പ്രാതിനിധ്യം കണക്കാക്കുന്നത്. ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അർഹമായ പ്രാതിനിധ്യം കിട്ടും. അപ്പോൾ വേറൊരു വിഷയം സംഭവിക്കും. ഇവിടെ ജനസംഖ്യ എടുക്കുമ്പോൾ ഈഴവർ പോലെയുള്ള ആളുകളുടെ ജനസംഖ്യ ചിലപ്പോൾ കൂടുതലായിരിക്കും.
പക്ഷെ ചെറിയ ചെറിയ OBC കമ്മ്യൂണിറ്റികൾ എടുക്കുമ്പോൾ അവരുടെ ജനസംഖ്യ തീരെ കുറവായിരിക്കും. എനിക്കറിയാവുന്ന 15,000 ജനസംഖ്യയുള്ള ഒരു OBC കമ്മ്യൂണിറ്റി എനിക്കറിയാം. അങ്ങനെ പല കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പൊ അവരുടെ ജനസംഖ്യ വെച്ച് നോക്കിയാൽ അവർക്ക് എന്ത് റിസർവേഷൻ കൊടുക്കാൻ പറ്റും? വളരെ കുറവെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് മതിയായ എന്നൊരു പ്രയോഗം കൂടി വരുന്നത്. അർഹമായത് മാത്രം പോരാ, മതിയായത് കൊടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ജനവിഭാഗങ്ങൾക്ക് മതിയായത് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ കൂടിയ ജനവിഭാഗങ്ങളിൽ നിന്ന് കുറച്ച് എടുക്കേണ്ടി വരും, അവരെ മാറ്റി എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് എല്ലാ വിഭാഗക്കാർക്കും പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ പിന്നാക്ക വിഭാഗക്കാർക്ക് ഇപ്പോഴുള്ള പരാതികൾ അവസാനിക്കും. പക്ഷെ സവർണരുടെ പരാതി അവസാനിക്കില്ല. എന്താ കാര്യം? സവർണരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനസംഖ്യ തീരെ കുറവാണെങ്കിലും അതിനേക്കാൾ വളരെയധികം പ്രാതിനിധ്യമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉദ്യോഗത്തുള്ളത്. അപ്പൊ അവർക്കത് കൊടുക്കാൻ പറ്റൂല. ഒരു വിഭാഗവും അവർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം വിട്ടുകൊടുക്കാൻ തയ്യാറാകൂലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ പ്രശ്നം അതാണ്. അപ്പൊ അവർ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമിത പ്രാതിനിധ്യം വിട്ടുപോകുമോ കളഞ്ഞു പോകുമോ എന്നുള്ള വേവലാതിയാണ്. തീർച്ചയായിട്ടും അത് കളയേണ്ടി വരും. എല്ലാ കാലത്തും ഇവർ തന്നെ ഈ പറഞ്ഞ മേഖലകളിൽ നിലനിൽക്കണമെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു ഫാസിസ്റ്റ് സമീപനമാണ്. അതിന് ജനാധിപത്യവാദികൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. അത് അവരെത്രത്തോളം ചെറുത്താലും അതിനെതിരെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് ഉണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം. ശ്രീനാരായണ മാനവധർമ്മ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സുദേശ് എം രഘു ആണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിച്ചത്, നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിന് നന്ദി ശ്രീ സുദേശ് എം രഘു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.